ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. നേട്ടത്തോടെ വ്യാപാരം തുടങ്ങിയ ഓഹരി വിപണികൾ നേരിയ നഷ്ടത്തിലേക്ക് കുതിക്കുന്നു. രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലായി. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. ഇങ്ങോട്ട് നോക്കി പറയൂ. എസ്കെൻ, ഇന്നിപ്പോൾ വിപണി വ്യാപാരം തുടങ്ങിയപ്പോൾ ഒരു ചാഞ്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഏതാണ്ട് 400 പോയിന്റോളം സെൻസെക്സ് ഇടിഞ്ഞാണ് വ്യാപാരം നിർത്തിയത്. ഇന്ന് രാവിലെ ഒരു നേരിയ വർധന തുടക്കത്തിൽ ആദ്യ സെക്കൻഡുകളിൽ കാണിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് സെൻസെക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ BSEയുടെ ഓഹരി സൂചികയാണ് 158 പോയിന്റ് താഴ്ച. അതായത് വലിയ വീഴ്ചയല്ല, എന്നാൽ പോലും ചെറിയൊരു നേരിയ ഇടിവ് അവിടെ ഉണ്ട്. നിഫ്റ്റിയിലേക്ക് വന്നാൽ 59 പോയിന്റ്, അവിടെയും ഒരു നേരിയ ഇടിവാണ് കാണിക്കുന്നത്. നമ്മൾ സെക്ടറൽ വൈസ് ഓരോ സെക്ടറുകളിലും എങ്ങനെയാണ് ഇന്നത്തെ വിപണിയുടെ പ്രകടനം എന്ന് പരിശോധിച്ചാൽ അതിൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഓട്ടോ അടക്കമുള്ള സെക്ടറുകളൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ IT, നമ്മുടെ അമേരിക്കയുടെ H1B വിസ നയം കടുപ്പിച്ചതോടുകൂടി വലിയ തിരിച്ചടി നേരിടുന്നത് IT ആണ്. ഇന്നും ITക്ക് വലിയ തിരിച്ചടി നേരിടുന്നു. IT സെക്ടറിൽ ഏതാണ്ട് 2%-ലധികം, ഏതാണ്ട് 2.5%-നടുത്ത് ഇടിവ് ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾ അടക്കമുള്ള ഓഹരികളൊക്കെ തന്നെ ഇന്ന് നേരിയ വർധനവ് കാണിക്കുന്നുണ്ട്. ഇനി രൂപയുടെ നിലവാരത്തിലേക്ക് വന്നാൽ രൂപ എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് എത്തി എന്നതാണ് ഇന്ന് ശ്രദ്ധേയമായത്. 10 പൈസ കൂടി കുറഞ്ഞ് ഇന്നിപ്പോൾ 88.49 എന്നതാണ്. ഒരു ഡോളർ കൊടുത്താൽ 88 രൂപ 49 പൈസ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരല്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അത് കാര്യമായൊരു നേട്ടമല്ല. 88-ന് മുകളിൽ രൂപയുടെ നിലവാരം ഇങ്ങനെ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ 3 ദിവസങ്ങൾ മുൻപ് അത് 88-ന് താഴെ എത്തിയെങ്കിലും ഇന്നിപ്പോൾ മുകളിലേക്ക് തന്നെ പോകുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഈ സമ്മർദ്ദം തന്നെയാണ് അതിനൊരു കാരണമായി ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. എസ്കെൻ, ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.